ഹായ് ഫ്രണ്ട്സ്, റാഷൻഡ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 1948 നടന്ന ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധം നടക്കാനുണ്ടായ കാരണങ്ങളും അതിലുണ്ടായ കുറച്ച് സംഭവങ്ങളും യുദ്ധാനന്തരം പലസ്തീൻ എന്ന രാജ്യത്തിന് എന്ത് സംഭവിച്ചു എന്നുമാണ്. ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിൽ പലസ്തീൻ പ്രദേശത്ത് 1948 നടന്ന യുദ്ധമാണ് 1948 അറബ് ഇസ്രായേൽ യുദ്ധം. ഇസ്രായേലിൽ സ്വാതന്ത്ര്യ യുദ്ധം എന്നറിയപ്പെടുമ്പോൾ അറബിയിൽ ദുരന്തം എന്നർത്ഥം വരുന്ന നക്ബ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇസ്രായേൽ പലസ്തീൻ പ്രതിസന്ധിയിലെ പ്രഥമ യുദ്ധമാണ് ഇത്. ഇനി യുദ്ധ പശ്ചാത്തലം നമുക്ക് നോക്കാം. മെഡിറ്ററേനിയൻ കടലിനും ജോർദാൻ നദിക്കും ഇടയിലുള്ള ഭൂമിയിൽ താമസിച്ചിരുന്ന അറബികളും കുടിയേറ്റക്കാരായ ജൂതന്മാരും തമ്മിലുള്ള 60 വർഷത്തിലേറെ നീണ്ട സംഘർഷത്തിന്റെ ഫലമായിരുന്നു 1948 യുദ്ധം. ഈ ദേശത്തെ ജൂതന്മാർ ഇസ്രായേൽ ഭൂമി എന്നും അറബികൾ ഫലസ്തീൻ അല്ലെങ്കിൽ പലസ്തീൻ എന്നും വിളിക്കുന്നു. യഹൂദ മതത്തിന്റെ ഉത്ഭവം ഇവിടെയായിരുന്നുവെങ്കിലും കാലാകാലങ്ങളിൽ വിവിധ വിഭാഗങ്ങൾ പലസ്തീൻ കീഴടക്കുകയുണ്ടായി. 2-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം യഹൂദാധിപത്യത്തെ തകർക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്തു. റോമക്കാർ പ്രദേശത്തിന്റെ പേര് പലസ്തീൻ, അതായത് ഫിലിസ്തീനയുടെ നാട് എന്നാക്കി മാറ്റി. റോമക്കാർക്ക് ശേഷം ബൈസാൻഡിയൻ സാമ്രാജ്യം, ഖലീഫ ഉമറിന്റെ കാലത്ത് മുസ്ലിങ്ങൾ, കുരിശുയുദ്ധക്കാർ, മംലൂക്കുകൾ എന്നിവരിലൂടെ 1881 ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിൽ പലസ്തീൻ പ്രദേശം വന്നു. 1881 നേരിട്ട് ഭരണമേറ്റ ഒട്ടോമൻ ഖിലാഫത്തിന്റെ കീഴിൽ 4.5 ലക്ഷം അറബികളും 25,000 ജൂതന്മാരുമാണ് പലസ്തീനിൽ ഉണ്ടായിരുന്നത്. അറബികളിൽ 90% മുസ്ലിങ്ങളും ബാക്കി ക്രിസ്ത്യാനികൾ, ദ്രൂസുകൾ എന്നിവരുമായിരുന്നു. അറബികൾ സ്വന്തം ഗോത്ര താൽപര്യങ്ങൾക്കപ്പുറം തുർക്കി ഖിലാഫത്തുമായി കാര്യമായ ബന്ധങ്ങൾ പുലർത്തിയിരുന്നവരായിരുന്നില്ല. 1915-16 ബ്രിട്ടീഷുകാർ കൈയടക്കുന്നതുവരെ തുർക്കി ഖിലാഫത്തിന്റെ അധീനതയിലായിരുന്നു പലസ്തീൻ. 1-ാം ലോക മഹായുദ്ധത്തോടെ ബ്രിട്ടന്റെ അധീനതയിൽ വന്ന പലസ്തീൻ മറ്റു അയൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോഴും പലസ്തീനെ മനഃപൂർവ്വം ഒഴിവാക്കി. 1917 നവംബറിൽ ബാൽഫോർ പ്രഖ്യാപനത്തിലൂടെ ബ്രിട്ടൻ ജൂതഗേഹമായി പലസ്തീനെ മാറ്റുകയായിരുന്നു. സയനിസ്റ്റ് ലോബിയുടെ സ്വാധീന ഫലമായാണ് ഇതിലേക്ക് ബ്രിട്ടീഷ് ഭരണകൂടം ഇങ്ങനെ ചെയ്തത്. കൂടാതെ സൂയസ് കനാലിന്റെ കാര്യത്തിൽ ബ്രിട്ടീഷ് താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മേഖലയിലെ ജൂതരാഷ്ട്രം സഹായകമാവുമെന്ന് ബ്രിട്ടൻ കണക്കുകൂട്ടി. എന്താണ് സയനിസം? ജൂതന്മാർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായി കരുതുന്ന പലസ്തീനിൽ ഒരു സ്വതന്ത്ര ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റമാണ് സയനിസം. യൂറോപ്പിലും മറ്റും ജൂതന്മാർ അനുഭവിച്ച വിവേചനവും ക്രൂരതയും ഇത്തരമൊരു നീക്കത്തിന് ശക്തമായ കാരണമായി മാറി. 1882 മുതൽ പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റം ശക്തി പ്രാപിച്ചു വന്നു. യൂറോപ്പിലെ ജൂതവിരോധം, റഷ്യയിലെ ജൂതന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ മർദ്ദനങ്ങൾ, സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം എന്നിവ കുടിയേറ്റത്തിന് വേഗം കൂട്ടി. 30,000 ജൂതന്മാർ 1882-1903 കാലയളവിൽ ഒട്ടോമൻ പലസ്തീനിൽ അഭയം പ്രാപിച്ചു. ആദ്യഘട്ടങ്ങളിൽ കുടിയേറ്റത്തിന് എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. സയനിസ്റ്റ് കുടിയേറ്റത്തിന്റെ ആദ്യ 2 ദശകങ്ങളിൽ ചില ഭൂവുടമകളിൽ നിന്ന് മാത്രമാണ് കുടിയേറ്റത്തിന്റെ ആഘാതത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിരുന്നത്. 1914 ആയതോടെ ജൂത ജനസംഖ്യ 60,000 മുതൽ 85,000 വരെ ഉയർത്താൻ സയനിസ്റ്റുകൾക്ക് സാധിച്ചു. ഈ സംഖ്യയിലെ 3-2 പേരും സയനിസ്റ്റുകളായിരുന്നു. 40ഓളം പുതിയ താമസ കേന്ദ്രങ്ങളിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. 1909 മുതൽ ഭൂമിയുടെയും വിഭവങ്ങളുടെയും കാര്യത്തിൽ ജൂത കുടിയേറ്റക്കാരും തദ്ദേശീയരായ അറബികളും തമ്മിൽ തർക്കങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. പുതിയ കുടിയേറ്റങ്ങൾക്കെതിരെ തദ്ദേശീയർ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി. നവകുരിശി യോദ്ധാക്കൾ എന്ന് സയനിസ്റ്റ് കുടിയേറ്റക്കാർ വിശേഷിപ്പിക്കപ്പെട്ടു തുടങ്ങി. തർക്കങ്ങൾ പലപ്പോഴും സായുധ പോരാട്ടങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് കുടിയേറ്റത്തിന്റെ ശക്തി കൂടിക്കൂടി വന്നു. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ചുറ്റുമുള്ള അറബി രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യം നേടി. ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലബനാൻ എന്നീ രാജ്യങ്ങൾ രൂപപ്പെട്ടു. 1945 അറബി രാഷ്ട്രങ്ങളുടെ സംയുക്ത സമിതിയായി അറബ് ലീഗ് രൂപീകൃതമായി. ഈജിപ്ത്, ഇറാഖ്, ലബനാൻ, സൗദി അറേബ്യ, സിറിയ, ട്രാൻസ് ജോർദാൻ, യമൻ എന്നീ രാജ്യങ്ങളായിരുന്നു അറബ് ലീഗ് അംഗങ്ങളായി അന്ന് ഉണ്ടായിരുന്നത്. പലസ്തീനിൽ ജൂതജനസംഖ്യ ഗണ്യമായി വർദ്ധിച്ചു വന്നു. തൽഫലമായി ഐക്യരാഷ്ട്രസഭ ഒരു വിഭജന പദ്ധതിയുമായി മുന്നോട്ട് വന്നു. എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതി? ഒന്ന് നോക്കാം. 2 പരമാധികാര രാഷ്ട്രങ്ങളും, അതായത് ജൂതരാഷ്ട്രവും അറബ് പലസ്തീൻ രാഷ്ട്രവും, അന്താരാഷ്ട്ര നഗരമായി ജെറുസലേം നഗരവും
പലസ്തീൻ പ്രദേശത്ത് രൂപീകരിക്കാൻ ഐക്യരാഷ്ട്രസഭ 181 നമ്പർ പ്രമേയത്തിലൂടെ തീരുമാനിച്ചു. 32% വരുന്ന ജൂതന്മാർക്ക് 56% ഭൂമി, 68% അറബികൾക്ക് 42% ഭൂമി. ജെറുസലേമിന്റെ ബഹുസ്വരത സംരക്ഷിക്കാനായി അവിടെ ഐക്യരാഷ്ട്രസഭയുടെ ഭരണം എന്നിങ്ങനെയാണ് വിഭജന പദ്ധതി വിഭാവനം ചെയ്തത്. വിഭജന നിർദ്ദേശത്തെ ജൂതന്മാർ അംഗീകരിച്ചപ്പോൾ തങ്ങളുടെ ഭൂമിയിൽ നടക്കുന്ന ഏകപക്ഷീയമായ ഈ വിഭജനത്തെ അറബികൾ ശക്തമായി എതിർത്തു. ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ചാർട്ടറിന്റെ 73-ാം അനുച്ഛേദത്തിന്റെ ഭാഗം ബി പ്രകാരം പലസ്തീന്റെ ഭരണം അവിടുത്തെ നിവാസികൾക്ക് ലഭിക്കണമെന്നതായിരുന്നു അറബികളുടെ വാദം. ഇതിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രത്യേക വിഭജനാധികാരമില്ലെന്ന് അവർ വാദിച്ചു. 1948 യുദ്ധം നടക്കുന്നതിന് മുമ്പ് 1947 നവംബറിൽ തന്നെ ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമായിരുന്നു. നവംബർ 29 ഐക്യരാഷ്ട്രസഭ പലസ്തീൻ പ്രദേശത്തെ വിഭജിച്ച് ജൂതരാഷ്ട്രം സ്ഥാപിക്കാനായി തീരുമാനിച്ചതിന് തൊട്ടുപിറകെയാണ് ആഭ്യന്തര യുദ്ധം തുടങ്ങിയത്. കൊലകളും പ്രതികാര നടപടികളും അനുസ്യൂതം തുടർന്നു. അക്രമങ്ങൾക്ക് താഴെയിടാൻ ആരും ശ്രമിച്ചതുമില്ല. 1948 ജനുവരി മുതലാണ് ആഭ്യന്തര യുദ്ധം കൂടുതലായി സൈനികവൽക്കരിക്കപ്പെട്ടത്. അറബ് ലിബറേഷൻ ആർമി തീരപ്രദേശ പട്ടണങ്ങളിൽ തമ്പടിച്ചു. ഗലീലി, ശമരിയ എന്നിവിടങ്ങളിൽ അവർ ആധിപത്യം ഉറപ്പിച്ചു. അബ്ദുൽ ഖാദർ അൽ ഹുസൈനിയുടെ നേതൃത്വത്തിൽ ജെറുസലേമിലെ ജൂതന്മാരെ ഉപരോധിച്ചു. ഈജിപ്തിൽ നിന്നും സന്നദ്ധ പ്രവർത്തകർ എത്തിയത് പലസ്തീൻ അറബികൾക്ക് ശക്തി പകർന്നു. ജൂതന്മാർക്കെതിരെയുള്ള ഉപരോധത്തെ പ്രതിരോധിക്കാൻ ഹഗാനയുടെ അംഗങ്ങൾ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ഹഗാനയുടെ 100ഓളം കവചിത വാഹനങ്ങൾ നശിപ്പിക്കപ്പെടുകയും 100 കണക്കിന് പ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്തു. സാഹചര്യം മോശമായതോടെ വിഭജന പദ്ധതിക്കുള്ള പിന്തുണ അമേരിക്ക പിൻവലിച്ചു. വിഭജന പദ്ധതിയെ ചെറുക്കാൻ അറബ് ലിബറേഷൻ ആർമിയുടെ ഇടപെടലോടെ സാധിക്കുമെന്ന് അറബ് ലീഗ് കണക്കുകൂട്ടിയുണ്ടായിരുന്നു. ജൂതന്മാരാകട്ടെ അവരുടെ ഭൂമിയിൽ പിടിച്ചു നിൽക്കണമെന്ന് അവരുടെ നേതൃത്വം ആഹ്വാനം ചെയ്തു. യഹൂദ മേധാവിത്വമുള്ള പ്രദേശങ്ങളിലെ 100,000-ഓളം അറബികൾ വിദേശത്തേക്കോ കിഴക്ക് അറബ് കേന്ദ്രങ്ങളിലേക്കോ പലായനം ചെയ്യേണ്ടി വന്നു. 1948 ഏപ്രിൽ 1 ഡേവിഡ് ബെൻ ഗുരിയന്റെ നിർദ്ദേശപ്രകാരം പ്ലാൻ ഡാലറ്റ് ആരംഭിച്ചു. ജെറുസലേമിലേക്കുള്ള ഉപരോധം നീക്കലായിരുന്നു ഇതിന്റെ ആദ്യ പദ്ധതി. ഈ ഘട്ടത്തിൽ ഹഗാനയാണ് പദ്ധതി നടത്തിപ്പിൽ പങ്കാളിയായിരുന്നത്. ചരക്കുകൾ ജെറുസലേമിലെത്തിക്കാനുള്ള ജൂതന്മാരുടെ ശ്രമം വിജയിച്ചില്ലെന്ന് മാത്രമല്ല, സൈനികരെയും വാഹനങ്ങളെയും നഷ്ടപ്പെടുകയും ചെയ്തതോടെ അവരുടെ ആത്മവീര്യം തകർന്നു തുടങ്ങി. ഏപ്രിൽ 20 പൂർത്തിയായ ഒരു ഓപ്പറേഷനിൽ 1500 ഹഗാന ഭടന്മാർ പങ്കെടുത്തു. അതിൽ 2 മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ ജെറുസലേമിലെ ജൂത സമൂഹത്തിന് എത്തിക്കുന്നതിൽ അവർ വിജയം കണ്ടു. അൽ ഹുസൈനിയുടെ മരണമാണ് ഓപ്പറേഷന്റെ വിജയത്തിന് സഹായകരമായത്. ഈയൊരു സംഭവം അറബികൾക്ക് വൻ തിരിച്ചടിയായിരുന്നു. ഈ സമയത്ത്, അതായത് 1948 ഏപ്രിൽ 9 വെള്ളിയാഴ്ച പുലർച്ചെ 4:30 ജെറുസലേമിന്റെ സമീപത്തുള്ള ദേർ യാസിൻ ഗ്രാമം വളഞ്ഞ് സയനിസ്റ്റ് ഭീകരവാദി സംഘടനകളായ ഇർഗുൻ, സ്റ്റേൺ ഗാങ് എന്നിവർ പലസ്തീനിയൻ അറബികളെ കൂട്ടക്കൊല നടത്തി വസ്തുവകകൾ കൊള്ളയടിക്കുകയും ചെയ്തു. ഇതിനെ ദേർ യാസിൻ കൂട്ടക്കൊല എന്ന് പറയുന്നു. ഇസ്രായേൽ രൂപീകരണ ഘട്ടത്തിൽ നാടുവിടൽ നിർബന്ധിതരാക്കുക എന്ന ഉദ്ദേശത്തോടെ തദ്ദേശീയർക്കെതിരെ നടത്തപ്പെട്ട കൂട്ടക്കൊലകളിൽ ഏറ്റവും വലുതായിരുന്നു ഇത്. 250ഓളം ഗ്രാമവാസികൾ ഈ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടു. പുറം ലോകത്തിന് അജ്ഞാതമായിരുന്ന കൂട്ടക്കൊലയുടെ വിശദാംശങ്ങൾ 2-ാം ദിവസം അവിടെയെത്തിയ റെഡ് ക്രോസ് സംഘത്തിൽപ്പെട്ട ഒരു ഡോക്ടറാണ് പുറം ലോകത്ത് എത്തിച്ചത്. ജൂതകേന്ദ്രങ്ങളും ബ്രിട്ടീഷ് സൈനികരും കൂട്ടക്കൊലയെക്കുറിച്ച് അറിഞ്ഞിട്ടും തടയാൻ മുതിർന്നില്ല. സംഭവം പുറം ലോകം അറിഞ്ഞതോടെ രാജ്യാന്തര തലത്തിൽ പ്രതിഷേധമുയർന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കമുള്ള നിരവധി പ്രമുഖരും സംഭവത്തെ അപലപിച്ച് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് വഴിതെളിയിക്കാനും ഈ സംഭവം ഒരു കാരണമായി. ഇതിനെ ജൂത നേതൃത്വം അപലപിച്ച് രംഗത്തു വന്നെങ്കിലും അറബ് ആത്മവിശ്വാസത്തിനേറ്റ വലിയൊരു മുറിവായി ഈ കൂട്ടക്കൊല മാറി. ആദ്യഘട്ടങ്ങളിലെ വലിയ മുന്നേറ്റം തുടരാൻ അറബ് ലിബറേഷൻ ആർമിക്ക് സാധിക്കാതെ വന്നു. കൂടാതെ ദുറൂസികൾ അവരുടെ സഖ്യത്തിൽ നിന്ന് പിന്മാറിയത് മെഷ്മർഹ എമെക് യുദ്ധത്തിൽ അവരുടെ പരാജയത്തിന് ഹേതുവായി. പ്ലാൻ ഡാലറ്റ് അനുസരിച്ച് ഹഗാന, പാൽമാച്ച്, ഈർഗുൺ എന്നീ സൈന്യങ്ങൾ ചേർന്ന് തിബെര്യാസ്, ഹൈഫ, സഫേദ്, ബൈഇസൻ, ജാഫ, ഏക്കർ എന്നീ സമ്മിശ്ര ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ കീഴടക്കാൻ ആരംഭിച്ചു. 2,50,000-ലധികം പലസ്തീൻ അറബികൾ ഈ പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായി തീർന്നു. 1948 മെയ് 14 ബ്രിട്ടീഷ് മാൻഡേറ്റ് കാലഹരണപ്പെടുന്നതിന്റെ തലേ ദിവസം ഡേവിഡ് ബെൻ ഗുരിയൻ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചു. ഇത് ഇസ്രായേൽ സ്റ്റേറ്റ് എന്നറിയപ്പെട്ടു. വൻശക്തി നേതാക്കളായ US പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ, സോവിയറ്റ് നേതാവ് ജോസഫ് സ്റ്റാലിൻ എന്നിവർ ഉടൻ തന്നെ പുതിയ രാജ്യത്തെ അംഗീകരിച്ചു.
അറബ് ലീഗ് UN വിഭജന പദ്ധതി അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും അറബികൾക്ക് സ്വയം നിർണയിക്കാനുള്ള അവകാശം പലസ്തീനിലുടനീളം പ്രഖ്യാപിക്കുകയും ചെയ്തു. നിയമപരമായ രാജ്യമില്ലാത്ത പലസ്തീൻ അറബികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മറ്റ് അറബി രാഷ്ട്രങ്ങൾ ഇടപെടേണ്ടത് അനിവാര്യമാണെന്ന് അറബ് ലീഗ് ആവശ്യപ്പെട്ടു. അതുപ്രകാരം രാഷ്ട്രപ്രഖ്യാപനത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ അക്കാലത്ത് അറബ് ലീഗിൽ നിന്നുള്ള ഈജിപ്റ്റ്, ഇറാഖ്, ട്രാൻസ്ജോർഡാൻ, സിറിയ എന്നിവ പലസ്തീൻ ആക്രമിച്ച് ഇസ്രായേലികളുടെ യുദ്ധം ചെയ്തു. അറബ് ലിബറേഷൻ ആർമിയും സൗദി അറേബ്യ, ലെബനൻ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സംഘവും അവരെ പിന്തുണച്ചിരുന്നു. അറബ് സൈന്യം എല്ലാ മുന്നണികളിലും ഒരേ സമയം ആക്രമണം നടത്തി. തെക്ക് നിന്ന് ഈജിപ്ഷ്യൻ സൈന്യം, കിഴക്ക് നിന്ന് ജോർദാൻ സൈന്യം, ഇറാഖ്, സിറിയൻ സൈന്യം വടക്ക് നിന്ന് എന്നിങ്ങനെ. എന്നാൽ ഈ അറബ് രാജ്യങ്ങൾ തമ്മിൽ പോരാട്ടത്തിന്റെ കാര്യത്തിൽ ഏകോപനമൊന്നും ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ അവസാനം ജൂലൈ 7-ന് ജനറൽ മുഹമ്മദ് നാഗുബിന്റെ കീഴിലുള്ള ഈജിപ്ഷ്യൻ സൈന്യം നെഗ്ബയെ ആക്രമിച്ചു. 1948 ജൂൺ 11-ന് ഒന്നാം വെടിനിർത്തൽ നിലവിൽ വന്നു. മെയ് 29-ന് പ്രഖ്യാപിച്ച UN വെടിനിർത്തൽ കരാർ ജൂൺ 11-ന് ആരംഭിച്ച് 28 ദിവസം നീണ്ടുനിന്നു. വെടിനിർത്തലിന് UN മധ്യസ്ഥനായ ഫോൾക്ക് ബെർണാഡോട്ടും UN നിരീക്ഷകരും ബെൽജിയം, അമേരിക്ക, സ്വീഡൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ചു. പുണ്യസ്ഥലങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ജനസംഖ്യയുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിനും ഫലസ്തീന്റെ ഭാവി സാഹചര്യങ്ങളുടെ സമാധാനപരമായ ക്രമീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബെർണാഡോട്ടിനെ പൊതുസഭ തിരഞ്ഞെടുത്തു. ക്രിസ്തുമസോടെ സമാധാനം എന്ന മുദ്രാവാക്യത്തോടെയാണ് സമാധാന ദൗത്യം ആരംഭിച്ചത്. എന്നാൽ അറബ് ലോകം ഒരു ജൂതരാഷ്ട്രത്തിന്റെ അതിർത്തിയുടെ വിഷയത്തിലല്ല, മറിച്ച് അതിന്റെ അറബി ഭൂമിയിലെ അസ്തിത്വത്തെ തന്നെയായിരുന്നു നിഷേധിച്ചിരുന്നത്. ഇരുപക്ഷവും വെടിനിർത്തൽ കരാർ കാലഘട്ടം തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചു. അറബികൾ പുതിയ യൂണിറ്റുകൾ, അതായത് സുഡാൻ, സൗദി, യമൻ, മൊറോക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ സംഘടിപ്പിക്കുകയും ഒറ്റപ്പെട്ട ഇസ്രായേലി വാസസ്ഥലങ്ങൾ ഉപരോധിച്ചും ഇടക്ക് വെടിയുതിർത്തും സന്ധി ലംഘിച്ചു. ചെക്കോസ്ലോവാക്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുകയും സേനയുടെ പരിശീലനം മെച്ചപ്പെടുത്തുകയും സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രതിരോധ സേന കരാർ ലംഘിച്ചത്. ഈ സമയങ്ങളിൽ ഇസ്രായേലിന്റെ സൈനിക ശക്തി ഏകദേശം ഇരട്ടിയായി ഉയർന്നു. കൂടാതെ ആയുധശക്തിയും ഗണ്യമായി വർദ്ധിപ്പിച്ചു. ചെക്കോസ്ലോവാക്യയിൽ നിന്ന് ആയുധങ്ങൾ ഇല്ലാതെ ഞങ്ങൾക്ക് യുദ്ധം നടത്താൻ കഴിയുമായിരുന്നോ എന്നത് വളരെ സംശയമാണ് എന്നത് ഇസ്രായേലിന്റെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന IDF കമാൻഡറായിരുന്ന ഇത്ഷാഖ് റാബിൻ പ്രസ്താവിച്ചിരുന്നു. ജൂലൈ 9-ന് യുദ്ധം വീണ്ടും ആരംഭിച്ചു. ജൂലൈ 17-ന് വീണ്ടും വെടിനിർത്തൽ കരാർ വരുമ്പോഴേക്കും അറബ് സൈന്യത്തിന് കനത്ത തിരിച്ചടി നൽകാൻ ഇസ്രായേലിന് സാധിച്ചു. മാർച്ച് 10, 1949 വരെ യുദ്ധത്തിന്റെ അലയൊലികൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഇസ്രായേൽ ഏകപക്ഷീയമായി വിജയിച്ചു. ഈയൊരു സംഭവത്തിൽ 7 ലക്ഷം പലസ്തീൻ അറബികളെ നാടുകടത്തുകയും അവരുടെ മിക്ക ഗ്രാമങ്ങളും പട്ടണങ്ങളും നഗരങ്ങളും പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു. പലസ്തീൻ അറബികൾ ഈജിപ്തും ജോർദാനും പിടിച്ചടക്കിയ പലസ്തീൻ പ്രദേശങ്ങളിലേക്കോ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലേക്കോ നാടുകടത്തപ്പെട്ടു. അവരിൽ പലരും അവരുടെ പിൻഗാമികളും അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇന്നും തുടരുന്നു. യുദ്ധത്തോടെ പ്രദേശത്തിന്റെ 78% ഇസ്രായേൽ രാഷ്ട്രത്തിനും ബാക്കി പലസ്തീൻ ജനതയ്ക്കുമായി വീതിക്കപ്പെട്ടു. ജോർദാന്റെ കൈവശത്തിലുള്ള വെസ്റ്റ് ബാങ്ക്, ഈജിപ്തിന്റെ കൈവശത്തിലുണ്ടായിരുന്ന ഗാസ എന്നിവയിലാണ് പലസ്തീൻ സർക്കാർ സ്ഥാപിക്കപ്പെട്ടത്.